ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്ത കളമശ്ശേരി കൃഷിഭവൻ്റെ കീഴിലുള്ള ഒരു ഫാം സ്കൂൾ ഇവൻറ്റിനെ പറ്റിയിട്ടായിരുന്നു. അതായത് ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു സെഷനായിരുന്നു. നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഫാം സ്കൂള് തുടങ്ങി അല്ലേ, കഴിഞ്ഞ ദിവസം തുടങ്ങി. ഇതിന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഫാം സ്കൂൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസിയിൽ നിന്ന് കൃഷി വകുപ്പിലുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ഏജൻസിയാണ് വിജ്ഞാന വ്യാപന ശാഖ കൃഷി വകുപ്പിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ ഫാം സ്കൂൾ എന്ന് പറയുന്നത് ഒരു 4 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഒരു ഭയങ്കര ഫോർമൽ ക്ലാസ്സുകളൊന്നുമല്ല, ഇത് തന്നെയാണ് ഫാം. മനസ്സിലായല്ലോ, ഇങ്ങനെ ഇരുന്നിട്ട്. കാരണം നമ്മൾ ട്രെയിനിങ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും ഒരു ക്ലാസ് എടുക്കുന്ന ആളും ഇരിക്കുന്നവരും തമ്മിലുള്ള ഒരു ചെറിയൊരു ഇൻട്രാക്ഷൻ മാത്രമേ വരുള്ളൂ. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന അത്രയും ചെയ്ത് കാണുക, ചോദിച്ച് മനസ്സിലാക്കുക. കർഷകർക്ക് എന്തൊക്കെയാണ് സംശയങ്ങളെന്നുള്ളത് അപ്പോൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അതിനുള്ള വിവരണം ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന റിസോഴ്സ് പേഴ്സൺ തരുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ റിസർച്ച് സെൻറ്ററിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സണ് അല്ലാതെ നമുക്ക് ഇതിൽ പ്രാവീണ്യമുള്ള ആളുകളെ വിളിക്കാം എന്നുള്ളതും ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. അങ്ങനെയാണ് നമുക്ക് ഇത് വർഷങ്ങളോളം ചെയ്ത് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിംഗ് എന്നുള്ളത് എന്താ കയ്യിലെടുത്ത് അമ്മാനം ആടിയ ആളെന്ന് പറയാം. അത്രയും വർഷങ്ങളോളം ചെയ്ത് നല്ല പ്രാക്ടീസുള്ള, നിങ്ങൾ ഏത് തരത്തിൽ ചോദിച്ചാലും അതിനെ കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു റിസോഴ്സ് പേഴ്സണെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്, ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ്. നമുക്ക് ഫാം സ്കൂൾ എന്താണെന്നും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആക്ച്വലി ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് വർഷങ്ങളായിട്ട് ഫാം സ്കൂൾ കൃഷിഭവൻ കളമശ്ശേരിയിൽ മുടങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ ഫാം സ്കൂൾ നമ്മൾ ആത്മയോട് ചോദിച്ചു, നമുക്ക് ഫാം സ്കൂൾ തരുമോ എന്ന് ചോദിച്ചിട്ട് അവർ നമുക്ക് തന്നതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പല കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു സയൻറ്റിഫിക് ആയിട്ടാണോ ചെയ്യുന്നത് എന്നൊരു അപ്ഡേഷന് വേണ്ടിയിട്ടാണ് ഫാം സ്കൂളുകൾ നടത്തുന്നത്. അത് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർഷകരുടെ അടുത്ത് അതിനുള്ള റിസോഴ്സ് ഉള്ള സ്ഥലത്ത് പോയി നമ്മൾ കണ്ടു പഠിക്കുകയാണ്. ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് സീയിങ് ഇസ് ബിലീവിങ്, അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഭാഗമായിട്ടാണ് ഫാം സ്കൂൾ നടത്തുന്നത്. അപ്പോൾ ഫാം സ്കൂളിന് വേണ്ടിയിട്ട് നമുക്ക് രാമചേട്ടനാണ് നമ്മുടെ പ്രോഗ്രസീവ് ഫാമർ, രാമകൃഷ്ണൻ ചേട്ടൻ്റെ ഫീൽഡ്. രാമകൃഷ്ണൻ ചേട്ടൻ്റെ ഫീൽഡിൽ വെച്ച് ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ ഏകദേശം ആ ഫീൽഡ് നല്ലോണം മനസ്സിലാക്കി. ഇനിയിപ്പോൾ സെക്കൻഡ് ക്ലാസ് ആയിട്ട് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിനാണ് നമ്മൾ ഈ വട്ടത്തെ ഫാം സ്കൂൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹോർട്ടിക്കൾച്ചറിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്തത് ഫ്രൂട്ട് ക്രോപ്സ്. ഇവിടെ ഏറ്റവും കൂടുതൽ ജാക്കും പല വെറൈറ്റി ഓഫ് പ്ലാവും എല്ലാം ഉള്ളത് നമ്മുടെ ചേച്ചിയുടെയും രാമചേട്ടൻ്റെയും ഫീൽഡിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കുറേ പല വെറൈറ്റീസ് ഓഫ് ജാക്കും ഇതുമൊക്കെ കാണാൻ പറ്റി, മാവും ഒക്കെ കാണാൻ പറ്റി. അപ്പോൾ പിന്നെ സാറ് ഫ്രൂട്ട് ക്രോപ്സിനെ കുറിച്ചുള്ള നല്ല രീതിയിലുള്ള ഡീറ്റെയിൽഡ് ഒരു ക്ലാസ്സും ഷോജി സാറ് തന്നു. അത് കഴിഞ്ഞത് സെക്കൻഡ് ക്ലാസ്സിലാണ് നമ്മൾ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ വിളിച്ചിട്ടുള്ള ഉദ്ഘാടനം. ഇവിടെ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്, അതിൽ സ്പൈസസിൻ്റെ ക്ലാസ്സാണ്. ഹോർട്ടിക്കൾച്ചർ തോട്ടവിളകളിനകത്ത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്പൈസസ്, തെങ്ങ് മുതലായ നാണ്യവിളകളെല്ലാം വരുന്നതാണ് ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ എത്രയും സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട ജസ് ചേച്ചിനെ സ്വാഗതം ചെയ്യുന്നു. ജസ് ചേച്ചി സമയമില്ല, ഞങ്ങൾ ഇതിന് മുമ്പ് തെങ്ങിൻ്റെ മണ്ട ക്ലീൻ ചെയ്യുന്നുള്ള പ്രോജക്റ്റ്, ജനകീയാസന പ്രോജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇത്രയും സ്നേഹത്തോടെ ജസ് ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഡോക്ടർ സൗമ്യ പോൾ മാഡം നമ്മുടെ എടപ്പള്ളി ബ്ലോക്കിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആണ്. മാഡത്തെ ഈ തിരക്കിനിടയിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ എളിയൊരു സഭയിൽ മാഡം വന്നതിന് മാഡത്തിനെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങിലും ഇത്രയും പ്രാവീണ്യം ഇതായിട്ടുള്ള ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് ജോൺസൺ ചേട്ടൻ്റെ ക്ലാസ് ഇപ്പം എനിക്കിപ്പോൾ ഓൾറെഡി കുറച്ച് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ജോൺസൺ ചേട്ടനെയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അത് ചെയ്തിട്ട് അതിൻ്റെ വരുമാനം ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നവരിൽ നിന്ന് പഠിക്കുന്നതും നമ്മൾ എത്രത്തോളം ബുക്ക് വാങ്ങിച്ച് അല്ലെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥർ പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നൂബി ചേട്ടൻ്റെ ആക്ച്വലി ഈ ഒരു സ്ഥലം ഇതിനു വേണ്ടി അറേഞ്ച് വെച്ചത് ഒരു കാർ ഷെഡായിരുന്നു. കാറുകൾ മാറ്റി ഇവിടെ നമുക്ക് വേണ്ടി ഷെയ്ഡ് നെറ്റും കെട്ടിത്തന്നു. അപ്പോൾ ചേട്ടൻ്റെ ഫീൽഡിൽ ചേട്ടൻ ഒരു ദിവസത്തെ ജോലി മാറ്റി വെച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നു. അപ്പം ചേട്ടനെയും ഇതെല്ലാം സൗജന്യമായിട്ടാണ് ചെയ്യുന്നതും. അപ്പം ചേട്ടനെ ഈ പ്രോഗ്രാമിലേക്ക് എത്രയും സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞു പിന്നെ നമ്മുടെ ആത്മയുടെ സ്റ്റാഫ് സവിത ചേച്ചി, ഇന്ദു ചേച്ചി,
അവരും നമുക്ക് തൃക്കാക്കരയ്ക്ക് പോകേണ്ട ഒരു ഇതായിരുന്നു. അപ്പം നമ്മൾ ചോദിച്ച സമയത്ത് തന്നെ നമുക്കത് മാറ്റി തന്നു. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിച്ചു. ചേട്ടനെ വിളിച്ചതും ഒക്കെ സൗദ ചേച്ചി ഇന്ത്യ ചേച്ചിയാണ്. അപ്പം അവരെയും എത്രയും സ്നേഹത്തോടെ കളമശ്ശേരി കൃഷിഭവന്റെ പേരിലും നഗരസഭയുടെ പേരിലും ഞങ്ങൾ കർഷകരുടെ പേരിലും ചേച്ചിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എൻ്റെ ബഹുമാനപ്പെട്ട കർഷകർ, എൻ്റെ കൃഷിഭവൻ കുടുംബം, ഇവരെ നിങ്ങളില്ലാതെ ഈ പ്രോഗ്രാം ഇല്ല. ഫസ്റ്റ് പ്രോഗ്രാമിൽ ആൾക്കാർ കുറവായിരുന്നു. അപ്പം നമ്മൾ പിന്നെയും കുറച്ചും കൂടെ ആൾക്കാരെ വിളിച്ചു. നമ്മൾ 35 പേരെ വിളിച്ചിട്ടും ഏകദേശം ഒരു 17-18 പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ക്ലാസ് മുതൽ ഇനിയിപ്പം അടുത്ത 4 ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ തിരക്കുള്ള സമയത്ത് ക്ലാസ് എടുക്കാനുള്ള ആൾക്കാരെ കിട്ടാനും പാടാണ്. ചേച്ചിക്ക് അറിയാം, സുബേദത്തൊക്കെ അറിയാം ഞാൻ എത്രത്തോളം ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമുക്ക് ആൾക്കാരെ കിട്ടുന്നത്. അതും ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒരു പേരിനുള്ളൊരു സംഭവം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് അറിയാവുന്നത് വെച്ച് ഉള്ളവരെയാണ് നമ്മൾ ഈ ക്ലാസ്സിന് വിളിച്ചിട്ടുള്ളത്. മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യും. അപ്പം എല്ലാ കർഷകരെയും എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ വൈകി ഞങ്ങൾ അത് വേറൊരു കാര്യത്തിൽ കൂടെ കൊണ്ടാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൃഷിഭവൻ സ്റ്റാഫിനെ സ്വാഗതം ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഔദ്യോഗികമായിട്ട് ജസ്റ്റിസിനെ വിളിക്കാം. സർക്കാരിൻ്റെ വിജ്ഞാന കേന്ദ്ര വ്യാപനത്തിൽ അപ്പോൾ അതുകൊണ്ട് ഭാഗമായിട്ട് നമ്മൾക്ക് ഇപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമുക്കറിയാലോ പല മാവും തെങ്ങൊക്കെ മുകളിലോട്ട് വന്നിട്ട് കായ്ഫലം ഇല്ലാതെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ബഡ്ഡിങ്, ലെയറിങ് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ഇത് എങ്ങനെ ചെയ്യണമെന്നും അതിനുവേണ്ടിയുള്ള ക്ലാസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലൂടെ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള മരങ്ങളെ പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തണം. മനസ്സിലാക്കി പോയാൽ മാത്രം പോരാ, ഇതെല്ലാം കേട്ടിട്ട് പോയാൽ പോരാ. അവിടെ വീട്ടിലുണ്ടെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് മുഴുവനും പ്രാവർത്തികമായിട്ട് നല്ല കായ്ഫലങ്ങൾ തരുന്ന ഒരു സമൂഹമായിട്ട് വളരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആത്മ 2025 ഫാം സ്കൂൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലായല്ലോ ഫാം സ്കൂളിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലായി, എന്തിനു വേണ്ടിയിട്ടാണെന്ന് നടത്തുന്നത് മനസ്സിലായി. ഇന്നത്തെ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത് എല്ലാവരും മനസ്സിലാക്കിയോ? നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ തന്നെ ഇപ്പൊ ചെടികളിൽ നിന്നുള്ള വീണ വിത്ത് മുളച്ചാലുണ്ടാകുന്ന തൈകൾ ശരിക്കും പറഞ്ഞാൽ പഴയ മാതൃവൃക്ഷത്തിന്റെ ഗുണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമുക്ക് അതിന് പകരമായിട്ട് നമ്മുടെ തന്നെ തൈകൾ മുളപ്പിച്ച്, എന്തിനാ ഇങ്ങനെ വെറുതെ ചുമ്മാ കുത്തിയ വേര് പിടിക്കുമെങ്കിൽ പിന്നെ തൈയായിട്ട് നട്ടിട്ട് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഈ തായ് വേരെന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം നമ്മൾ ഇപ്പം നല്ല പ്രമുഖ ഏജൻസി തന്നെ നമ്മൾ വാങ്ങിയ സാധനം ചിലപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൊക്കി നോക്കിയാൽ തായ് വേര് ഉണ്ടാവാത്തൊരവസ്ഥയാണ്. അപ്പോൾ ചേട്ടനത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വിത്തിട്ട് മുളച്ച് ആ തൈ തന്നെയാണ് നമ്മൾ ബഡ്ഡിങ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയില്ലേ? അതിന് തായ് വേരുണ്ട്. തായ് വേര് എന്താ ചെയ്യുന്നത്? നമ്മുടെ ചെടീനെ മണ്ണിൽ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം വെറുതെ ഇങ്ങനെ വേരുകൾ വരും. ഇപ്പം ലെയറിംഗ് ഒക്കെ ചെയ്താൽ വെറുതെ വേര് വരും. അത് പക്ഷേ പെരിഫറൽ വേരുകളാണ്, തായ് വേരല്ല. മനസ്സിലായോ? അപ്പോൾ ആ ചെടികൾക്ക് ചിലർ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനപ്പോൾ ആയുസ് മറ്റ് ചെടികൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ കുറവായിരിക്കാം. കാരണം വെച്ചാൽ നല്ല ശക്തമായൊരു ഇത് വരുമ്പോൾ കാറ്റോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റണമെന്നില്ല. അപ്പം എന്തുകൊണ്ടും നല്ലത് നമ്മുടെ വിത്തിൽ നിന്ന് മുളച്ച തൈകളിൽ ലെയറിങ് അല്ലെങ്കിൽ ബഡ്ഡിങ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം മാവ് ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആയുസ് പറയുന്നത്? എത്ര അങ്ങനെയാണ് മാവ് ലെയർ ചെയ്താൽ കുറച്ച് വേര് പിടിക്കുന്നുണ്ട്. ഇപ്പം നല്ല രീതിയിൽ റൂട്ടെക്സ് ഒക്കെ മുക്കിയിട്ട് വേരൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ മേളിലെ ടെറസിലൊക്കെ കുറച്ച് നാളത്തേക്ക് കുറച്ച് നാളത്തേക്ക് വെക്കാനായിട്ട് പറ്റും. അല്ലാതെ ഒരു സ്ഥിരം എന്ന രീതിയിൽ നമുക്കിപ്പോ വർഷങ്ങൾ, അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാവ് നടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വർഷങ്ങളോളം നിന്ന് കായ്ക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇതിങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ വാങ്ങി വെക്കുക അല്ലേ? പാർട്ട്ണർ ഇന്ത്യയിലെ ലീഡിംഗ് ഓർക്കിഡ് പ്ലാന്റ്സിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന നഴ്സറിയാണ് സിലിഗുരി. ഡാർജിലിംഗ് ഗാർഡൻസ് എന്നാണ് സാറിൻ്റെ പേര്. ക്ലിക്ക് ഓർക്കിഡ് എന്ന് ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ അതിൻ്റെ ഹബ്ബ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ആദ്യം എടുത്തത് തന്നെ. ഇവിടെ ഓർക്കിഡിൻ്റെ മൊത്തം സാപ്ലിങ്സ് ഗ്രോയിങ് ചെയ്യാനായിട്ട് ടിഷ്യൂ കൾച്ചർ ചെയ്ത് ചെറിയൊരു വണ്ടി. വെബ്സൈറ്റിന്റെ പേരെന്താ പറഞ്ഞ? ക്ലിക്ക് ഓർക്കിഡ്. ക്ലിക്ക് ഓർക്കിഡ്. അപ്പോൾ അത് കേരളത്തിലില്ല. ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ നഴ്സറി, മിക്ക നഴ്സറികളും നമ്മൾ സപ്ലൈ ചെയ്യും. ഓൺലൈനിൽ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് തന്നെയാണ്. ഇതിലെ സ്റ്റോൺ ഗ്രാഫ്റ്റ് എന്ന് പറയും. ഇത് നമ്മുടെ വീടുകളിൽ ഒരു കൂട്ടിൽ മാവ് നട്ടുപിടിപ്പിച്ച്, ഇതിപ്പോൾ നമ്മൾ ബഡ്ഡിങ് തൈ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ അത് നമുക്ക് ശ്രദ്ധിക്കില്ല. നിലവിൽ കൂട്ടിൽ നിൽക്കുന്ന ഒരു മാവ് സങ്കല്പിക്കുന്നത് തന്നെയാണല്ലോ. നമ്മൾ ആദ്യമേ ഇത്
മുകളിലേക്കുള്ള മുകുളം ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കളയണം. നമുക്കിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ഒരു മാവിൻ്റെ കമ്പ് ഏതെങ്കിലും കുടിക്കാൻ നല്ല മാങ്ങ ഉണ്ടാക്കിയിട്ടുള്ള കമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കൊമ്പ് ഒടിച്ചെടുക്കാം. പൊടിച്ചിടാൻ ബുദ്ധിമുട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി വീട്ടുകാർ അറിയാണ്ടായാലും ഒടിച്ചെടുത്ത് പോരാ. ആ സമയം അത് ഞാൻ പറഞ്ഞത്, ആ സമയം തന്നെ നമ്മൾ ആ കമ്പ് അപ്പം തന്നെ അടുത്ത് കളയാം. കമ്പേ ആ കമ്പിങ്ങനെ അടുത്ത് കളഞ്ഞിട്ട് ഈ ഇല അങ്ങോട്ട് മൊത്തം അടുത്ത് കളഞ്ഞ് നമ്മൾ കൈ പിടിക്കണം. ഇതുപോലെ മൊത്തം അടുത്തി അന്ന് പച്ചപ്പാടാൻ മൊത്തത്തിൽ അടന്ന് പോന്നോളും. ഇതേ മോഡലിലാക്കി എടുക്കണം. നമുക്ക് ആക്കി നമ്മൾ കൈ പിടിച്ച് 2 ദിവസം വരെ നമുക്ക് കേടുപെടാണ്ടിരിക്കുന്നതാണ്. 2ാമത്തെ ദിവസം ടൂറൊക്കെ പെട്ടവർക്ക് കിട്ടുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ഈ രീതിയിൽ കിട്ടും. ഇത് നമുക്ക് വന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഇന്നലെ എടുത്തു വെച്ച കമ്പ ഒന്നുകൊണ്ട് കൂടി കട്ട് ചെയ്ത് കളയാം. ഏറ്റവും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കത്തിയാവില്ല അഴുക്കുണ്ടാകാൻ പാടില്ല. അതാണ് ഇതിനകത്ത് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ ഇലയൊക്കെ ഒരുക്കി റെഡിയാക്കി കാണാൻ പറ്റില്ല അഞ്ചാ എടുക്കാം. ഇടാട്ടാ കിട്ടണേ ഈ നേരെ സെൻറ്റർ ഒരു 2-2.5 ഇഞ്ച് നേരെ പുലർത്താം കത്തിക്ക്. കാണാമോ? ആക്കിയെടുക്കാം. അതേ മോഡൽ തന്നെ ഇതും നമുക്ക് ഈ തുമ്പക്കൊക്കെ പൂള് വെക്കാനായിട്ടില്ല, നിങ്ങൾ കർഷകരല്ലേ? അതേ മോഡല് സൈഡ് നല്ല രീതിയിൽ 0യിലേക്ക് തന്നെ. ഇതേ മോഡൽ 0യിലേക്ക് തന്നെ. കണ്ടോ നിങ്ങൾ ചെത്തിയേക്കണേ? അതിനകത്തൊരു അഴുക്കോ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളിത് കറക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ച് താത്തി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് നമ്മളാ ഈ ചെത്തേക്കണ സൈഡും ഇത് രണ്ടും കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ പോകണം. ഒന്ന് ഇത് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാത്തൊരു പരിപാടി. ഇതിപ്പോൾ ഇതിനൊക്കെ വണ്ണം കുറഞ്ഞ കമ്പല്ലേ, ഒരു സൈഡ് കറക്റ്റാക്കി വെക്കുക. ഒരു സൈഡ് കറക്റ്റാക്കി സെൻറ്ററിൽ വരരുത്, ഒരു സൈഡ് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ബഡ്ഡിങ് പേപ്പർ കൊണ്ട് ചുറ്റി ബഡ്ഡിങ് പേപ്പർ നിങ്ങൾക്ക് ഉണ്ടത്. നിങ്ങൾക്ക് ബഡ്ഡിങ് പേപ്പർ കൊണ്ട് കത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ കാണാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പാടില്ലേ? ഇങ്ങനെ ചുറ്റാം. അതാ നമ്മൾ ഈ കമ്പ് ഇറക്കിയത് വിട്ടും കീഴോട്ടും ഒന്നും കൂടി ഇത് കെട്ടുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് ആകുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നനഞ്ഞാൽ തന്നെ വെള്ളം ഉള്ളിലേക്കിടെ ഇറങ്ങാണ്ട് വരാം. അതിങ്ങനെ തിരിച്ച് ഇങ്ങനെ കെട്ടുക. ഇതിങ്ങനെ ആക്കി കാണാമോ? ആക്കി കെട്ടുക. ഇത് ഇത്രയാണ് ഇതിൻ്റെ പരിപാടിയുള്ളൂ. അപ്പോൾ കെട്ടുമ്പോൾ ശരിക്കും ടൈറ്റ് ചെയ്ത് വിടവൊന്നും ഇല്ലാത്ത രീതിയിൽ കെട്ടുക. എന്നിട്ട് നമുക്ക് ഒരു സിപ്പപ്പ് കൂടെ നമുക്ക് എവിടെയെങ്കിലും തപ്പി കിട്ടും. ഇതിൽ കൂടെ നമുക്ക് എവിടെയെങ്കിലും വരെ കിട്ടാണ്ടിരിക്കില്ല. ഒരു സിപ്പ് മേടിച്ചാൽ കൊണ്ട് ആ കൂട് ഇങ്ങനെ ഇതേക്കിടെ ഇട്ടേക്കാം. ഇത് നമ്മൾ പുറത്ത് എവിടെ വെച്ചാലും മഴ നനഞ്ഞാലും കുഴപ്പമില്ല. ഇത് കണ്ട് കവർ ചെയ്ത് ഇങ്ങനെ ഇറക്കിയെടുക്കാം. 7 ദിവസം കഴിയുമ്പോൾ ഇവിടെ മുള വരും. ആ മുള വരുമ്പോൾ ഒന്നും കൂടി പൊക്കി വെച്ചേക്കുക. ആ മുള അതിനകത്ത് തിങ്ങാണ്ടിരിക്കാണ്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഇതെടുത്ത് കളഞ്ഞു വെച്ച് കുഴപ്പമില്ല. 7 ദിവസം കഴിഞ്ഞ് മുള വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കെട്ടിൽ പോയി പിന്നെ നടക്കില്ല. 7 ദിവസത്തിനുള്ളിൽ എങ്ങനെയും മുള പൊട്ടാണ്ടിരിക്കില്ല. അതിനകത്ത് ഇത് കെട്ടണ്ട. വലിയ കവറായാലും കുഴപ്പമില്ല. നമ്മൾ ആ കെട്ടുവിട്ട് താന്നിങ്ങനെ ഇറങ്ങിക്കൊള്ളുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം പിന്നെ ഇപ്പോൾ ഏകദേശം കവറാണല്ലോ വെള്ളം ഇറങ്ങാണ്ടിരിക്കാനുള്ള. അതിനകത്ത് ചൂട് കിട്ടും. ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയിൽ നമുക്കിപ്പോൾ ഇതില്ലാതെ തന്നെ നമ്മളുള്ള കക്കയുടെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മോചിച്ചിട്ട് ഇവിടെ ചാടി കെട്ടി വെച്ചാലും മതി. കിട്ടണില്ല. ഇതല്ലാണ്ട് തന്നെ നമുക്ക് ഇത് നമുക്ക് ഇത് സാധനം കിട്ടിയില്ല. എന്തെങ്കിലും കൂട് വീട്ടിലുണ്ടാവേണ്ടി ഇതിന്റെ ഊരി പോകില്ലല്ലോ. സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ്. ഇത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയാണ്. ഇപ്പം ഇതിനകത്ത് ബഡ് ചെയ്ത മാവായതുകൊണ്ട് ഇവിടെയൊക്കെ പൊട്ടുന്നത് ഈ കമ്പ് കയറ്റിവിടാൻ പറ്റും. അപ്പോൾ ഒരു മാറ്റത്തിൽ തന്നെ ഇതിപ്പോൾ 2 തരം മാങ്ങയാവും. ഇപ്പം ഇത് നിലവിൽ ബഡ് മാവാണ്.
ഇത് നമ്മളിത് മുറിച്ച് കെട്ടിയതുകൊണ്ട് ഈ മുകളം കാണുന്നിടത്തൊക്കെ പൊട്ടും. മറ്റേ നമ്മുടെ മാവില്ലേ സാധാ ചെറിയ മാവുകളില്ലേ, ചെറിയ മാവാണെങ്കിൽ നമ്മൾ ഇതുപോലെ ശിഖരങ്ങളുള്ള മാവാണെങ്കിൽ ആ ശിഖരത്തിൽ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് എവിടെന്നെങ്കിലും കമ്പ് കൊണ്ടു ഒന്നോ എത്ര മാവ് വേണമെങ്കിലും ആക്കാം. മാഷെ ഇപ്പൊ ഈ വെച്ച് കിട്ടിയ ബഡ് ചെയ്ത കമ്പുണ്ടല്ലോ അതിനെന്തെങ്കിലും അളവ് പറയണ്ടോ നീളം? ഇല്ല, നമ്മൾ സാധാരണ ഒരു 8 ഇഞ്ച് 9 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ഏകദേശം ആവറേജ് ഒരു 8 ഇഞ്ച് നീളം കിട്ടാവുന്ന രീതിയിൽ. ഇല്ല, എല്ലാ വൃക്ഷത്തിലും പറ്റില്ല. ഇത് മാവ് പ്ലാവാണെങ്കിലും 80% ഇത് 80% കിട്ടും. പ്ലാവ് 40% കിട്ടും. ജാതി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ജാതി ബഡ് തന്നെ സാധാരണ ചെയ്യാം. റംബുട്ടാനും ഉണ്ടെങ്കിൽ ഉണക്കം. ഇത് ഒരു ചെറിയൊരു പശ, റംബുട്ടാനത്ര പശയില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ മാവിൽ ഏറ്റവും കൂടുതൽ ആവുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്പൊ അതെല്ലാം പറഞ്ഞേ, ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു മാവ് നിൽക്കണ്ട, അതിന്റെ നിലവിലൊരു മാവ് നട്ടുപിടിപ്പിച്ചാണെങ്കിൽ തൽക്കാലം മുറിച്ചിടും കുറച്ച് ശിഖരങ്ങൾ വരുമല്ലോ. ആ ശിഖരങ്ങളുടെ എല്ലാ ശിഖരങ്ങളിലും കൊടുക്കാം. ഏത് മാവ് വേണമെങ്കിലും. ഇതിപ്പോ ഞാൻ 300 എൻ്റെ അടുത്തുണ്ട്. കോശേരി എന്ന് പറഞ്ഞാൽ 1.5 കിലോ മാവുള്ള മാങ്ങയുടെ അത് പല വെറൈറ്റി ഞാൻ അതിനകത്ത് വീട്ടിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രത്യേക പൊക്കം കുറഞ്ഞ് കായ്ക്കും. ഈ ശിഖരമാണ് എടുത്തേക്കണം. സൈഡിലേക്കുള്ള ശിഖരം എടുത്തുകൊണ്ട് ചാഞ്ഞാലേ വരുള്ളൂ. അപ്പൊ ഇതെല്ലാം ശിഖരങ്ങൾ പൊട്ടി കഴിയുമ്പോൾ പൊക്കം കുറഞ്ഞ് കാച്ചു കിട്ടുക. സ്റ്റെമ്പ് എടുക്കണേന് ഏത് കമ്പിയാണ് എടുക്കണം അങ്ങനെ വലുതാണ്. ഇപ്പോഴത്തെ മാവിനെല്ലാം കൂമ്പ് പുഴുക്കട് വന്നത് അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മള് നേരത്തെ തൊട്ട് നമുക്ക് സജ്ജീകരണം ഉണ്ടെങ്കിൽ ഈ ഇല കളഞ്ഞു നിർത്താം. നമുക്ക് ഇല കളഞ്ഞു നിർത്തി ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊരു ശരിക്കും ഒരു പൊട്ടി വന്നൊരു ഭാഗം വരും. ഇല കളഞ്ഞു നിർത്തി കഴിയുമ്പോൾ എന്നിട്ട് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിലാണെങ്കിൽ നമുക്ക് വെച്ച് ശരി കഴിഞ്ഞാൽ ശരിയാവും. അടുത്ത ഇല വരുന്ന ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് ഇവനെ കയറ്റി പിടിപ്പിച്ചാൽ റെഡി. ഒരാഴ്ച പോകില്ല. നോക്കാൻ പാടില്ല. നമ്മൾ കാച്ചുകൊണ്ടിരിക്കണ മാവിന്റെ എടുക്കാം. നിലവിൽ കാച്ചുകൊണ്ടിരിക്കണ ഏത് മാവാണെങ്കിലും അതിന്റെ എടുക്കാം. പിന്നെ ഏത് മാവാണെങ്കിലും നമുക്ക് ഇതിപ്പോ നമ്മള് നിലവില് ഇപ്പൊ വിടുന്നൊരു സ്ഥലത്തില്ല, അല്ലെങ്കിൽ നമുക്ക് മാങ്ങാണ്ടി മുളച്ച് നിൽക്കുന്ന സമയമാണെങ്കിൽ അതാണ് ഏറ്റവും സൂപ്പർ. അണ്ടിയപ്പാടെ ഉള്ളത് നമ്മൾ എടുത്ത് വെച്ചാൽ അതിന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് കൂട്ടിൽ നട്ട് വെച്ച് പൂമ്പൊക്കെ വന്നതിന് ശേഷം എടുത്ത് അതാണ് സൂപ്പർ. അതാണ് ഈ മാങ്ങാണ്ടി മുളയ്ക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ വണ്ണം കുറവായിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ പിടിക്കാൻ എളുപ്പം കിട്ടുന്നത്. നമ്മുടെ ഇത് അതിനെക്കാട്ടി കൂടുതൽ വണ്ണമായിരിക്കും. അല്ല, അത് കുഴപ്പമില്ല. അതെല്ലാം പറഞ്ഞത് എന്തോരം മണ്ണുണ്ടെങ്കിലും ഒരു സൈഡ് ചേർത്ത് വെക്കണമെന്ന് ഞാൻ എന്തോരം പറഞ്ഞല്ലോ. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ മാങ്ങാണ്ടി മുളച്ച് വരുന്നതിന് വണ്ണക്കുറവ് തീരെ വണ്ണക്കുറവ്. ഇതിപ്പോ എന്തോരം വലിയ വണ്ണമുള്ളത് ഇതൊന്ന് പിടിക്കാം. എന്തോരം ഇപ്പം ഞങ്ങൾ സാധാരണ ഫാമിലി ചെയ്യണമെന്നുണ്ടെങ്കിൽ മാങ്ങാണ്ടി മുളപ്പിച്ച് ഈ പക്കം ആയി കഴിയുമ്പോൾ ഒക്കെ മണലിൽ പൊക്കി അതാണ് ഏറ്റവും കൂടുതൽ പിടിക്കാറുള്ളത്. അല്ല, കൂടുതൽ വണ്ണം ചുമപ്പ് മാറണേക്കും പിടുത്ത് ചെയ്യണം. ചുമപ്പ് കയറി വരുമ്പോൾ മുളച്ച് വരുമ്പോൾ ചുമപ്പ് പാടുണ്ട്. അതേ സമയത്ത് നമ്മൾ വേര് പൊട്ടാണ്ട് എടുത്ത് വെച്ച് അത് ചെയ്ത് വെച്ച് പേപ്പറൊക്കെ ചുറ്റി വെച്ച് നമ്മൾ ഒരു കൂട്ടിൽ പാവി നടണം. നേരെ കൊണ്ട് പറഞ്ഞു കൂടെ നടരുത്. കൂട്ടിൽ പാവി നട്ട് വെച്ച് നമ്മൾ കയറി വന്നതിന് ശേഷം നമ്മൾ പറമ്പിൽ നട്ട പിടിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ 90% പിടിക്കുന്നത്. അതാണ്. ഇത് നമുക്ക് ഇത്ര പ്രായമായപ്പോൾ കൈ കാല് ഒടിഞ്ഞിട്ട് പിടിക്കിട്ടാണ് മറ്റത് ചെറുപ്പത്തെ കൈ ഒടിഞ്ഞാൽ നേരെ വന്നെന്ന് പറഞ്ഞാൽ ആ രീതി തന്നെ രണ്ടിനകത്തുള്ളത്. ഇതിന് അവയവം നമ്മൾ മാറ്റി വയ്ക്കാനുള്ള ഏത് മാവിലും നമ്മൾ നാടൻ മാവ് ചുമ്മാ ഒരു മാവ് നമ്മൾ കുഴിച്ചിട്ട് വെച്ചാൽ അത് നമുക്ക് ഈ പൊക്കമ്പോൾ മുറ്റത്ത് നിൽക്കണമാണ്. ഈ പൊക്കം ഉണ്ടെങ്കിൽ നമ്മളെ കട്ട് ചെയ്ത് കളയാം. അപ്പം ശീലങ്ങൾ പൊട്ടില്ല. ആ ശീലങ്ങളിലേക്ക് നാട്ടുമാവ് ഏറ്റവും നല്ലത്. ഇത്ര ആരോഗ്യത്തിൽ കയറി വരും. മറ്റേതിനൊക്കെ കരുത്ത് കുറവാണ്. ഇപ്പം മൂവാണ്ടനാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ അണ്ടി കുഴിച്ചിട്ട് കയറി വന്നാലും കൊമ്പണക്ക് കൂടുതലപ്പം. ഇപ്പം ഈ ഏരിയയിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കൊമ്പണക്ക് കൂടുതൽ. അപ്പം ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഒട്ടിക്കാനുള്ളതിലത്തെ ഇലയാണോ പൊട്ടിച്ച് നിർത്താൻ പറഞ്ഞത്? ആ ഇല അടർത്തി കളഞ്ഞിട്ട് കമ്പ് നിൽക്കണേന്റെ ഇലകൾ ഇങ്ങനെ അടർത്തി കളഞ്ഞ് ഈ കമ്പ് മാത്രമായിട്ട് നിർത്തും. കട്ട് ചെയ്യാണ്ട് അങ്ങനെ നിർത്താം. എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളം മണ്ണ് പുറത്ത് കിടക്കണേക്ക് മുമ്പായിട്ട് അതിന് എടുത്തേച്ച് നേരെ കൊണ്ടുവന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പൊ ഞാൻ ആ കട്ടിങ് ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് നിങ്ങളെ കണ്ടു ചെയ്യിപ്പിക്കാം. നിങ്ങളെ കണ്ടു ചെയ്യിപ്പിക്കാം. എന്തെങ്കിലും അടിയിലത്തെ 1-2 ഇല നിന്ന് വെച്ച് കുഴപ്പമില്ല. ഇതിപ്പോ ഇല താഴേക്കുള്ളതിനും ഇതും ഇല നിന്നോട്ടെ. ഇതിന്റെ ആകാരം വലിച്ചു കയറ്റുമ്പോൾ ഇതിനൊരു സംരക്ഷണം കിട്ടണമല്ലോ. ഇല ഇതിന്റെ താഴത്തേക്കുള്ള ഇലകൾ നിൽക്കണം. ഇതിന്റെ ഒന്നും 3-ാം വർഷം കഴിക്കുന്നു. 3-ാം വർഷം ഈ മാവ് വീട്ടിൽ പൂത്തുകൊണ്ടിരിക്കുന്ന മാവാണെങ്കിൽ അത് എപ്പോ പോകുമ്പോൾ അത് ഇത് പോകും. നമ്മുടെ വീട്ടിൽ പൂത്തുകൊണ്ടിരിക്കുന്ന മാറ്റത്തിലാണ് നമ്മൾ കമ്പെടുക്കണേ. അത് എപ്പോൾ ആ വീട്ടിലെ മാവ് നമ്മുടെ പൂക്കണോ അത് ആ സമയത്തേക്ക് ഒന്നും പൂ വരും. ഇപ്പം ഇതുപോലെ നിൽക്കുന്ന മാവിന് നിറച്ച് പൂത്തിട്ടുണ്ട്. മാങ്ങ വെള്ളം കുറവാണ്, നിറച്ച് പൂത്ത് നിൽപ്പുണ്ട്. ഇതുപോലെ ബഡിങ് വാങ്ങിച്ച ഒരെണ്ണത്തിനകത്ത് ആ പൂ കംപ്ലീറ്റ് വെട്ടിക്കളയണം.
എന്തിനാ അതിന്റെ കമ്പെടുക്കാൻ പൂ ചാടി പോയി മൂത്തതിന് ശേഷം എടുക്കാൻ പറ്റും. പൂക്കാത്ത കൊമ്പ് വേറെ നിൽക്കണ്ടോ നോക്കണേ. മാവിന്റെ ഉള്ളിൽ പൂക്കാത്ത കമ്പ് ഏതെങ്കിലും നിൽക്കണ്ടോ നോക്കണം. പൂത്ത കമ്പ് എടുക്കാൻ പറ്റില്ല. പൂക്കാത്ത കമ്പ് എടുത്തേച്ച് നമ്മൾ കാണുമല്ലോ, എല്ലാ കമ്പും നമുക്ക് പൂക്കൂല. ബട്ട് എടുത്തേച്ച് നമുക്ക് പൂക്കാത്ത കമ്പ് ഏതെങ്കിലും അത് എടുത്തേച്ച് ചെയ്താൽ പറ്റും. പൂത്ത കമ്പ് പറ്റില്ല. അതിനെ പിന്നെ നമ്മളെ ഉള്ള ആരോഗ്യം മുഴുവൻ വലിച്ചതിന് ശേഷം നമുക്ക് അത് പൊടിക്കൂല. അത് ഉണങ്ങി പോകാൻ സാധ്യത കൂടുതൽ. നമ്മളിപ്പോൾ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത അല്ല ബഡ് ചെയ്ത മാവിൻ്റെ തൈ വലുതായി നിൽക്കണ്ടെന്ന് വിചാരിക്കും. അല്ല അതിൻ്റെ കമ്പ് എടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. പൂത്തട്ടില്ലാത്തത് അതാ ചോദിച്ചത്. മാങ്ങ ഉണ്ടാവുന്നതാണ്. ബഡ് മാവുകളൊക്കെ നമുക്ക് കിട്ടണത് ഏത് മാവിന്റെ കമ്പ് നമുക്ക് എടുക്കാം. മാവ് പൂത്തട്ടില്ലെങ്കിലും കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പൂത്തട്ടില്ല പറ്റില്ല. ഒരിക്കൽ പൂത്തട്ടുണ്ടായി. നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടായി എന്നുള്ളൊരു ഉറപ്പ് വന്ന മാവിന്റെ മുകളിൽ പറ്റുള്ളൂ. വീണ്ടും ഈ പറഞ്ഞ അത് എത്ര കൊല്ലം കഴിഞ്ഞാൽ പോകണേ നമുക്ക് അറിയില്ലാണ്ട്. ഞങ്ങള് ഫാമിൽ നിന്ന് ഗവൺമെന്റ് ഫാമിൽ നിന്ന് കൊടുക്കണ തൈയാണ് ഞങ്ങൾക്ക് വിശ്വസിച്ച് ഞങ്ങൾക്ക് പറയാം നിങ്ങൾ കൊണ്ടുപോയി നട്ടുള്ള. പ്രൈവറ്റ് ഫാമിലൊന്നും അറിയില്ല. വലിയ മാവ് ഇതുപോലെ മാവിലൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടമാനമുള്ളതുകൊണ്ട് ഇവൻ പൊടിച്ചിങ്ങനെ നിൽക്കുന്ന 4 ഇല ഉണ്ടായി നിൽക്കണല്ലാണ്ട് അവൻ മുകളിലേക്ക് പോകും. ഈ മറ്റുള്ളതും ആകാൻ അതിനകത്തേക്ക് വലിച്ചു കയറ്റുമ്പോ ഈ സുഖമില്ലാത്തവന് കൊടുക്കാൻ പോവുക, മറ്റൊരു വലിക്കാൻ പോവുക. ആരോഗ്യമുള്ളവർ കൊണ്ടുപോകും. അത് ചെയ്യാം. അത് പിടിച്ച് കയറുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇതിൽ കൂടുതൽ വണ്ണം വന്നതിന് കെട്ടി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങൂല എന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങാണ്ട് എന്ത് പരിപാടി കണ്ടുപിടിച്ചേക്കണേ? ആ മാവിന്റെ ഉള്ളിൽ ചെയ്യാണ്ടിരിക്കൂല. കവർ ചെയ്ത് കൊടുത്താൽ എങ്ങനെ കവർ ചെയ്താൽ നമ്മൾ കവർ കുറെ പൊടിഞ്ഞു പോകും. അതിന്റെ ഉള്ളിൽ അത് ഈ മറ്റുള്ള ഈ 3-4 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി വരും. എന്നാലും ഇപ്പൊ ജാതി തന്നെ ഈ മണ്ണുള്ളതിനെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുറെ കാവലുണ്ടായതിനു ശേഷം ഒറ്റ കുരിച്ചിൽ അങ്ങോട്ട് കൊടുക്കും. ഇതിൽ ഫുള്ള് വണ്ണം വന്നു കഴിഞ്ഞാൽ തടിയായിട്ട് ലയിക്കൂല. ജാതി തന്നെ നമ്മള് ആണതിനു ശേഷം വെട്ടിക്കളഞ്ഞു വെച്ച് നമ്മൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് കയറി വരും. കയറി വന്ന് ഇത്ര മണ്ണുള്ളതിനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തടിയായിട്ട് ലയിച്ച് കിട്ടണേ നമുക്ക്. ഇതിന്റെ ഒന്നാമതിലും തേക്കും തടി പോലെ അല്ലോ, കാതലല്ലോ. അത് അതിന്റെ ഉള്ളിൽ ചെയ്യല്ലേ, അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി നമ്മൾ നോക്കുമ്പോൾ കാണില്ല. കുറെ നല്ല കാറ്റ് പിടിക്കുമ്പോഴായിരിക്കും അടുത്ത പറമ്പിൽ കിടക്കണം ജാഗ്രത കിടക്കുന്നത്. നിലവില് ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യം പറഞ്ഞ നമ്മള് 15 കൊല്ലം സർവീസും കഴിഞ്ഞിട്ട് പുറത്ത് കിടന്നപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല രീതിക്ക് പഠിക്കണം. നിങ്ങൾ ഒരു പരിധി എനിക്ക് നിങ്ങളില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഓക്കെ. അപ്പോൾ ഒരു സംശയം കൂടി, ഈ നമ്മൾ ഈ ബഡ് ചെയ്യുന്ന കമ്പ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കുറച്ച് പ്രായമുള്ള മാവിൻ്റെ നമുക്ക് കമ്പ് എടുക്കാൻ നല്ല കമ്പ് എടുക്കാൻ ഏറ്റവും നല്ലത് അതാണ് അല്ലേ? അതിൽ കുഴപ്പമൊന്നുമില്ല. നല്ല പൂത്ത് നമുക്ക് നല്ല ധൈര്യമുള്ള മാവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ കമ്പ് എടുത്ത് ചെയ്താൽ ഇത് പിടിക്കും. ഞങ്ങളിപ്പോൾ സാധാരണ നമ്മുടെ വല്ല പേരൊക്കെ വരുന്ന സമയത്ത് വെട്ടിക്കളുടെ മാവാണ് ഞങ്ങളോട് വന്ന് പറയാൻ പറയും. അപ്പോൾ അവർ ഞങ്ങളെ കമ്പ് മൊത്തം എടുക്കും. 10,000-2,000 കമ്പുണ്ടാവും. അന്നേരത്ത് ആ കമ്പ് മൊത്തം എടുത്ത് ഞങ്ങൾ ഈ കാലാപ്പടിയും അതുപോലെ ചന്ദ്രക്കാരൊക്കെ ഇപ്പം നാട്ടുമാവുകളും കിട്ടാനില്ല. ഇപ്പം നേഴ്സറിക്കാർ ചന്ദ്രക്കാരൻ പറഞ്ഞ് നമുക്ക് ചന്ദ്രക്കാരൻ ആവില്ല. ഒറിജിനൽ നാടൻ മാവ് നമുക്ക് കിട്ടുന്ന കമ്പനി ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ല എഫക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ കച്ചവടക്കാരെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം, നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന് പറയും. അപ്പോൾ ഞങ്ങളവിടെ അത് ഞാൻ ഈ ജയിൽ ബ്ലോക്കിൽ ജോലി ചെയ്യാം. ബ്രിട്ടീഷുകാർ അന്ന് നട്ട മാവുകൾ ഈ ഇപ്പോഴും വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിൽക്കുന്നുണ്ട്. ഈ ചന്ദ്രക്കാർ അത് ഒരു മാങ്ങ ഇവിടെ വീണ് കഴിക്കുന്ന അവിടെ മണം അടിക്കും. ആ ഒരു സിറ്റുവേഷൻ അത് ഇവന് ഒരു സ്ഥലത്തും നമ്മളത് കണ്ടിട്ടില്ല. ഈ പുറത്തുനിന്ന് അത് ആ കോമ്പൗണ്ടിന്റെ ഒരു കോമ്പൗണ്ടിൽ നിന്ന് 1-2 കമ്പ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അന്നേരത്തെ നമ്മള് നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് വെച്ച് കൈ പിടിച്ചു വെച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. അത് കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും നമ്മളത് ഈ സമയത്ത് കൊണ്ടുവരുമ്പോൾ അതെ അത് എന്ത് സ്മെല്ലാന്നറിയോ? ഇവിടെ ഒരു മാവെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. നാട്ടുമാവ് അതുണ്ടെങ്കിൽ അണ്ടറിലൊക്കെ പൊടിക്കൊണ്ട് ചെറുതായിരിക്കും. നമ്മൾ തന്നെ ശരിക്കും അതിന്റെ വണ്ണം കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ആള് പിടിക്കണം. അത്ര വണ്ണമുണ്ടായിരിക്കും. ഏത് കുഴപ്പമില്ല. കാരണം വെയിലറ് അടിച്ചിനോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാൽ നമ്മളിത് ബെട്ട് ചെയ്ത് വെച്ച് തെക്കെന്താണ് അത് തെക്ക് സൈഡിൽ നിന്ന് വെയിൽ അറിയാത്തതിൽ എന്തെങ്കിലും നെറ്റോ എന്തെങ്കിലും കെട്ടണം. കാലത്ത് ഉദിക്കുന്ന വെയിൽ കൊള്ളണം, വൈകിട്ടുള്ള വെയിലും കൊള്ളണം. ഉച്ച ഇട സമയത്തുള്ള തെക്കുന്നുള്ള വെയിൽ നമ്മൾ പണ്ട് കാരണന്മാർ കൊണ്ടിട്ടുള്ള മരങ്ങളൊക്കെ തെക്കുന്നാണ് അടക്കാരങ്ങൾ കൊള്ളണമെന്നുണ്ട്. അത് അതിനാണ് നമ്മൾ തെക്കുന്നുള്ള കാരണന്മാർ പറഞ്ഞ ഒരു പരിധി വരെ ശരി തന്നെ. മരങ്ങളൊക്കെ അടക്കാർക്ക് പൊള്ളി വെക്കണല്ലേ, സൈഡിൽ നിന്നുള്ള പൊള്ളൽ നമുക്ക് പറ്റില്ല. ഒരു കാര്യം കൊണ്ട് ചോദിച്ചിട്ട് സാറേ, ഇത് അപ്പം നമ്മളത് കൊണ്ടുവരികയാണ്. ഇപ്പം തൃശ്ശൂരാണ് ഈ സാധനം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ
അത് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്തെങ്കിലും വെള്ളം വലിഞ്ഞു വെള്ളം വലിഞ്ഞു കൈ കിട്ടുമ്പോൾ തന്നെ ഇല ആദ്യം എടുത്തിട്ട് നമുക്ക് തന്നെ ചുമ്മാ അപ്പൊ ഇതുണ്ടെങ്കിൽ നമ്മൾ അന്നേരം അവിടെ നിന്ന് എടുക്കുമ്പോൾ ഒരു 2 ഇഞ്ചോട് കൂട്ടി കട്ട് ചെയ്യണം. ഒന്ന് രണ്ട് ഭയങ്കര വെറൈറ്റി പുരാതന സംഭവങ്ങൾ നമ്മളിപ്പോ ഈ നീളം പോലല്ല, ഒരു 2 ഇഞ്ചോട് നീളം കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ വന്ന് ഒന്നും കൂടെ കട്ട് ചെയ്ത് കുറഞ്ഞു. അത് ശ്രദ്ധിക്കാം. ഇത് സ്റ്റോക്ക്, ഇത് സ്റ്റെമ്പ്, ഇത് സ്റ്റെമ്പ്. കറക്റ്റ് ഒരു 1.25 ഇഞ്ച് നീളത്തില് വട്ടം അങ്ങോട്ടും കട്ട് വെച്ച് നമ്മള് ഈ തൊലി കളയണത്. കാണാമോ നമുക്ക്? ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഉണ്ടെങ്കിൽ സാധാരണ 4 സൈഡും ഈ കട്ട് ചെയ്ത ശേഷമാണ് ഈ മുകളൊക്കെ നമുക്ക് പൊക്കിയെടുക്കണം. ഈ ഇല വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് അറിയാൻ പറ്റും. 30 ദിവസം കഴിയുമ്പോഴാണ് മറ്റേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഈ നിങ്ങൾക്ക് നമ്മൾ സ്ഥിരം ചെയ്യണമെങ്കിൽ നമുക്കിത് എങ്ങനെ പഠിച്ചാലും നമുക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ചാച്ചാണ് ചെത്തിയെടുക്കുക. ഇതിങ്ങനെ ചാച്ചാണ് ചെത്തിയെടുക്കുക. സ്ക്വയർ ആയിട്ടൊന്നും കിട്ടണ്ടല്ലേ? അപ്പൊ ഇത് പറഞ്ഞല്ല, അപ്പൊ കമ്പോട് കൂടി ചെത്തിയിടുക. എന്നിട്ട് ഇതിനകത്ത് ഈ കമ്പം എടുത്ത് കളയ കമ്പെടുത്ത് കളയാൻ എളുപ്പമുണ്ട് നമുക്ക്. ഇതേണ്ട, ഇതാ കമ്പം എടുത്ത് കളയാം. അപ്പൊ കണ്ട തൊലി മാത്രമായിട്ട് കിട്ടിയില്ലേ? തൊലി മാത്രമായിട്ട് കിട്ടി കഴിഞ്ഞിട്ട് നമ്മളത് നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുറമൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റേ. ഒരു ബ്ലേഡ് എടുക്കുക, കട്ട് ചെയ്ത് കളയാം. എന്താ അപ്പോൾ നമ്മൾ അല്ലാണ്ട് എടുത്താലും നമുക്ക് ഈ സൈഡ് 4 സൈഡ് ഒന്ന് ഇതാക്കി കളയണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ മുകളിൽ എടുത്ത് വെച്ച് താഴെ വയ്ക്കുമ്പോൾ അടി മുകളിൽ മാറിയാൽ അറിയണേ ഇങ്ങനെ നിങ്ങൾ ഇതിപ്പോൾ ഇലയുള്ളത്, അതാണ് നിങ്ങൾ ഈ ഇലയുള്ളത് ഞാൻ എടുത്തേക്കണേ. ഇലയുള്ള എടുത്തത് ഇതിപ്പോൾ എങ്ങനെ വെച്ചാലും കടല മാറിപ്പോകില്ലല്ലോ. മറ്റാകുമ്പോൾ നിങ്ങൾ എടുത്ത് കഴിയുമ്പോൾ കടല മാറിപ്പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇതാകുമ്പോൾ നിങ്ങൾക്ക് പൊളിച്ചെടുക്കാനും വെക്കാനും എളുപ്പം കിട്ടും. അതെടുത്ത് കളയുക. അതെടുത്താൽ മറ്റേ തടി പോകാൻ പാടില്ല. തടി മുട്ടാൻ പാടില്ല. ഇത് നമ്മൾ എടുത്ത് വെച്ച് ഇതേ വേണം. ഈ തടിയില്ലേ, ഇത് കൂടുതലാണല്ലോ, അത് കുറവാണല്ലോ. ആദ്യം ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് വരാമുള്ളൂ. ഇതിനകത്ത് 4 സൈഡും വിടവ് വേണം. 4 സൈഡും വിടവുണ്ടെങ്കിലാണ് ഈ തടിയിൽ നിന്ന് ഇത് പിടിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് കയറി ഇതിനെ സംരക്ഷിച്ച് കയറ്റി കൊണ്ടുപോകല്ലോ. അപ്പൊ തോല് വന്നു മൂടും. അതിനുവേണ്ടി 4 സൈഡും കൂടുതൽ തന്നെ. താഴത്തേക്ക് പൊട്ടിച്ചു ചോദിക്കണ കാര്യമില്ല അല്ലേ? അടിഭാഗത്തേക്ക് ഒരു സ്ഥലത്ത് മുട്ടില്ല. അതല്ല, നമ്മള് ഇതിനകത്ത് ഈ കാട്ടുജാതി ഒക്കെ ബഡ് ചെയ്യുമ്പോൾ താഴെ നമ്മൾ കാട്ടുജാതി ബഡ് ചെയ്യണമെങ്കിൽ താഴേന്ന് മുളത്ത് കയറി പോകുന്ന വേറെ ഗുണമുണ്ട്. അതുണ്ടെങ്കിൽ നമ്മള് ചില കുടിക്കാത്ത ജാതി കിണറുണ്ടോ, അടിവശം വണ്ണം ചീർത്ത് മുട്ടി നിൽക്കണുണ്ടോ, അതില്ലാണ്ട് ഒഴിവാകാൻ വേണ്ടിയാണ് കട ചേർത്ത് കഴിയണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് മണ്ണിന്റെ അടി പൊക്കോളൂ. കണ്ട, ഇത് ഇങ്ങനെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ 7 ദിവസം കഴിയുമ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇല അടി പോകില്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഇത് മറ്റേ 30 ദിവസം കഴിയുമ്പോൾ അഴിച്ചുമ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിൽ ചീഞ്ഞ് വെണ്ണി നല്ല ഇരിക്കണേ. ഇതാവുമ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ 7-ാം ദിവസം ഇല അടി പോകും. അന്നേരം എടുത്ത് അഴിച്ചു വെച്ചുമ്പോൾ അടുത്ത സ്ഥലത്ത് നമുക്ക് കെട്ടാം. ഇല ചാടിപ്പോയി വാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നശിച്ചുപോയി. അപ്പൊ നമുക്ക് അഴിക്കാൻ പറ്റും. ഇത് 30 ദിവസം പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ ഇങ്ങനെ കെട്ടിയിരുന്നാൽ ഇത് ജാതിക്കും കേടാ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും ചെയ്യാനും എളുപ്പം ഇതാ. 7 ദിവസം കഴിയുമ്പോൾ കവർ അഴിച്ച് കളയാൻ പറ്റുമോ? അല്ലല്ല, 7 ദിവസം കഴിയുമ്പോൾ നമ്മള് ഇതിപ്പോ നമ്മള് കെട്ടിയില്ലോ, 7 ദിവസം കഴിയുമ്പോൾ നമ്മളിത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ വെച്ചാൽ 1 മാസം കഴിയുമ്പോൾ പേപ്പർ അഴിച്ചു കഴിഞ്ഞാൽ പോകില്ല. അതിന്റെ സൈഡിൽ നമ്മള് ഈ ഇല വെച്ചിട്ടാണ് ചുറ്റി കെട്ടിയേക്കുന്നത്. ഇലയോട് കൂടി അതിന്റെ അടി ഉൾപ്പെടെയാണ് മൊത്തം ചുറ്റി കെട്ടിയത്. ഈ ഒരു കൂട്ടം തന്നെ അവിടെ മുകളിൽ അതായത് നമ്മൾ ഈ സാധനത്തിന് ഇവിടെ എല്ലാത്തിന്റെ ഇവിടെ മുകളം കയറി വരും. ഇത് ഈ ജാതിയുടെ മാത്രം എടുക്കണത്
ഇതുപോലെ ശിഖരങ്ങളുള്ള നേരെയുള്ള കൊമ്പെടുക്കണം. ഒരു കൂട്ടം മനസ്സിലാവേണ്ടത് ജാതിയുടെ മാത്രം കൊമ്പെടുക്കുമ്പോൾ ഈ ജാതി കവരങ്ങളായിട്ട് പോകുമല്ലോ, എന്നിട്ട് ഈ ഇടയ്ക്കേന്ന് ചേർന്ന് നേരെ മുളം പൊട്ടുണ്ടാവും. അതില്ലെങ്കിൽ നേരെ തലക്കം കൊടുക്കുക. തലക്കം പിന്നെ ഒത്തിരി പൊക്കോളെ ജാതി തലക്കം മുറിക്കാൻ നല്ലത്. അപ്പൊ ഞങ്ങൾ മുറിച്ചത് പിറ്റേ കൊല്ലം 15 പൊട്ടും സൈഡ് അത് മുഴുവൻ കൊടുക്കും ഞങ്ങൾ. ഏതാ എന്തെങ്കിലും ഒരു കുപ്പി എന്തെങ്കിലും കമ്പി വയ്ക്കും. അതിന്റെ ആവശ്യമില്ല, അത്രയും പൊക്കത്തിന് അതിന്റെ ആവശ്യങ്ങളില്ല, നിലവിൽ ചെയ്യേണ്ടി വരാറില്ല. വെള്ളമിറങ്ങാതിരുന്നാ മതി. വെള്ളം ഇറങ്ങാണ്ടിരുന്നത് ഒരു കുപ്പി എന്തെങ്കിലും കാത്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 കൊല്ലത്തേക്ക് വേറെ കുഴപ്പമില്ല. പിന്നെ അത് ഉണങ്ങി ചേർന്ന് പോകും. ആൺജാതിയാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അതിനകത്ത് കായ്ക്കുന്നൊന്നുമില്ല. അത് തടിക്ക് ഇത്രയും വണ്ണമുണ്ട്. അതിനകത്ത് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ഇതേ മോഡൽ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ആ വണ്ണുള്ള ജാതി ചെയ്യുമ്പോൾ ഈ കാട്ടിയാതിനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടർച്ച കൂടുതൽ വരുന്നത് ഞാൻ പറഞ്ഞു തന്നെ. ആദ്യം നമ്മൾ ആ ടൈം ചെയ്തിട്ട് ഞാൻ കാറ്റ് പിടിക്കും. ഈ തടിയായിട്ട് ലേച്ച് കിട്ടണ്ടേ? പിന്നെ അല്ലാണ്ട് നമ്മൾ ചെയ്യണത് ഒരു കാട്ടിയാതി ആണെങ്കിൽ ഒരു 3 അടി പൊക്കം വെച്ച് മുറിച്ച് കളയാം. എന്നിട്ട് അതിന്മേന്ന് വേറെ സൈഡ് പൊട്ടും. സൈഡ് പൊട്ടും ഒരെണ്ണം മാത്രം നിർത്തുക. ഒത്തിരി പൊട്ടൂല, ഒരെണ്ണം മാത്രം നിർത്തി അതേല് ചെയ്ത് നോക്കുക. എന്നാലും ശാശ്വതം ആവില്ല. ഈ ഒരു കമ്പ് പൊടിച്ചു വന്നേക്കണമേ ഈ ആക്ക മുഴുവനും നാടൻജാതി നമ്മൾ കാട്ടുജാതി നാടൻജാതി നമ്മൾ ചെയ്യണം. നല്ല പെട്രോൾ ജാതി ചെയ്യണേ. ഇതിലേക്ക് തമ്മിൽ ഇവന് ഈ കാട്ടിലെ സ്വഭാവം കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വെച്ചാലും ഈ 10-15 മുകളിലേക്കുള്ള ജാതി ഒരു 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇവൻ തടി വണ്ണം വെക്കി കായ കുറയും, കായ് ചെറുതാവും. കാട്ടിയാലും അങ്ങനെ കുഴപ്പമുണ്ട്. തടി മുകളിലേക്ക് പോയി തടി പൊട്ടും. റബ്ബറിന് പൊട്ടണമെങ്കിൽ തടി പൊട്ടും, ചീക്കോട്ടണമെങ്കിൽ പൊട്ടും. ഈ ജാതി ഇത് നാടൻ ജാതിയാണ് ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കുഴപ്പമില്ലല്ലോ. കാട്ടിയാകുമ്പോൾ നമ്മൾ ഇതുപോലെ കട ചേർത്ത് ചെയ്ത് മണ്ണിൽ അടി പോകണം. മുകളിൽ ഈ ഒത്തിരി പൊക്കത്തിൽ വെച്ച് ചെയ്ത് വെച്ച് ജാതിക്ക് കാശ് അന്യായ പൊക്കം തട്ടായി എന്ന് പറഞ്ഞ് 5 തട്ടായി എന്ന് പറഞ്ഞ് കാശ് മേടിക്കാൻ വേണ്ടി പൊക്കി ചെയ്യണത്. നോക്കി കഴിയുമ്പോൾ നമ്മൾ മേടിച്ചു നോക്കും ഈ കട വണ്ണം വെക്കാണ്ടിരിക്കില്ല. കാട്ടിയാതിയാണല്ലോ താഴെ വെക്കണം. അതിന് മുകളിലേക്കുള്ള ഭാഗം വണ്ണം വെച്ച് നിൽക്കും. മുകളിൽ നമ്മൾ ആ തടി പൊളിക്കുമ്പോൾ മുകളത്തോട് പോരാണ്ട് നോക്കണം. ഇത് ഈ നമ്മൾ അല്ലാണ്ട് നമ്മൾ തിക്കി എടുത്ത് കഴിയുമ്പോൾ നമ്മളൊരു പരിധി വരെ ചതവ് വരും. ചതവ് വരാണ്ടെങ്കിൽ ഇത് ഞാൻ വേറെ കൂട്ടമാണ് കാണിച്ചു തരേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെത്തി എടുത്തല്ലോ. നമ്മൾ ഈ ചെത്തി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് മോളിൽ നിന്ന് ഇത് എടുക്കണമല്ലോ. ഇതിനകത്ത് ഈ തടി എടുത്ത് കളയാം നമ്മളിത്. ഇതിപ്പോൾ കെട്ടാൻ വേണ്ടി എടുക്കണമല്ല, തടി ഇതിനകത്ത് നിന്ന് എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് അതിൻ്റെ മുകളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തടിയപ്പാടെ പോകുന്നുണ്ടെന്ന് നോക്കണം. ഇത് പിടിച്ചു കഴിയുമ്പോൾ അവിടെ ഇതിനകത്ത് മുകളിൽ ഇരിക്കണുണ്ട്, തടി മാത്രമേ പോകുന്നുള്ളൂ. അല്ല അതിനകത്ത് മറ്റേ അല്ലെങ്കിൽ കൂടെ അതിനകത്ത് ഒരു കുഴി ഉണ്ടാവും, അതോടുകൂടി തള്ളിപ്പോരും. ആ കുഴി ഇല്ലാണ്ട് പോകണം. കുഴിയില്ലാണ്ട് അത് ഇതിനോട് കുടുങ്ങി പറഞ്ഞു പോരും. അപ്പൊ ഈ ജാതിര ചെയ്യുമ്പോൾ എപ്പോഴും ഗ്രീൻ ബഡ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കമ്പാണ് നമ്മൾ എടുത്തത്. മൂത്ത കമ്പ് പരമാവധി എടുക്കാണ്ട് നോക്കാം. ഇല്ലേ ഇതിന്റെ ഇപ്പൊ നമ്മ ബഡ് ചെയ്ത് ഇതിന്റെ താഴത്തുനിന്ന് വന്നത് മുറിച്ച് കളയണോ? ഇതിപ്പോ ഇവിടെ ചെയ്ത് കഴിഞ്ഞ് ഇത് പിടിച്ച് മേപ്പോട്ടായി അതിന് അപ്പൊ ഇതിന്റെ താഴത്തുനിന്ന് വേറെ തൈകൾ വരും. ഇവിടുന്ന് തന്നെ അത് അടുത്ത് കളയണം. എത്ര കാലം കഴിഞ്ഞ് കഴിച്ചു? ഇത് 30 ദിവസം കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. മാവിനും അത് തന്നെ. മാവിന് വേണ്ട, മാവിന് അത് കയറി വന്ന് കുറെ കഴിയുമ്പോൾ ലൈറ്റ്സ് ഇതായിക്കോളും, തന്നെ ഇതായിക്കോളും. ഇതിന് 30 ദിവസം കഴിയുമ്പോൾ അഴിച്ചു കൊടുക്കും. 30 ദിവസം കഴിയുമ്പോൾ അഴിച്ചു കൊടുക്കും. 30 ദിവസം കഴിയുമ്പോൾ അഴിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഉണ്ടല്ലോ, നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ ഈ സാധനം ഇങ്ങനെ വളച്ചത് ഇങ്ങനെ കെട്ടണം. നമ്മൾ പിടിച്ചു എന്ന് തോന്നി കഴിയുമ്പോൾ ഈ കമ്പ് വളച്ച് ഇതോട് തന്നെ വലിച്ച് കെട്ടണം. ഇതിന് മുള ആക്കത്തിൽ കയറി വരാൻ വേണ്ടി. ഓ, കട്ട് ചെയ്യണ്ട അല്ലേ? കട്ട് ചെയ്യണ്ട. നമ്മളിത് കിട്ടുമെന്ന് അറിയാൻ പറ്റുന്നില്ല. നമ്മളിത് ഈ ഇല പിടിച്ചു നമുക്ക് ഉറപ്പായില്ലേ. അപ്പം നമ്മൾ ചെയ്യണതിന് നമ്മൾ ഈ തടി ഇതോടുകൂടി തടി നമുക്ക് വലിച്ചാണ് കെട്ടുക. അല്ല അത് കുഴപ്പമില്ല, പോട്ടെ. ഇതിപ്പോ ഇങ്ങനെ വലിച്ച് നമ്മൾ കൊടിയാത്ത രീതിയിൽ വളച്ച് കെട്ടി കഴിഞ്ഞാൽ ജാതി ആകുമ്പോൾ ശരിക്കും വളയും. ഇതാകുമ്പോൾ മാവ് കടുപ്പം കൊള്ളല്ലേ. അപ്പൊ ഇങ്ങനെ വളച്ച് കെട്ടി കഴിയുമ്പോൾ ഇവിടെ കൂമ്പ് വന്നു എന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ മുകളിൽ വെച്ച് കെട്ടി ചെയ്തോളെ. മനസ്സിലായോ? ഓക്കെ.
അത് എത്ര ഇത് കഴിയുമ്പോൾ കട്ട് ചെയ്യണം? ഇത് നമ്മൾ ഒരു മാസം 3-4 മാസം കഴിഞ്ഞുമ്പോഴത്തേക്ക് ഇത് കൂമ്പ് ഇവിടെ കയറി വരും. ഓക്കെ ഓക്കെ. അപ്പോൾ അന്നേരം നമ്മൾ ഇതിങ്ങനെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്ര 4 വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കയറി വന്നു.